ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു Evas മമ്മ വേൾഡ്. ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഞാനൊരു റെസിപ്പിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പാൻ പിസയും ഓവൻ പിസയും ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. ആദ്യം തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. പിസ്സൻ്റെ ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് യൂസ് ചെയ്തത്. എന്നിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇപ്പോൾ ചേർക്കാൻ പോണത്. 2 സ്മോൾ പിസക്ക് വേണ്ടിയിട്ടുള്ള ഡോൻ്റെ അളവാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്തത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിഗാനോ ഒരു പിഞ്ച് ചേർത്ത് കൊടുത്തു. ഇത് നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷണലാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തത്. ഈ വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് നല്ലോണം കുഴച്ചെടുക്കുക. വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാൻ. എനിക്കിവിടെ 1/2 കപ്പാണ് വേണ്ടി വന്നത്. കുറച്ചൊരു സ്റ്റിക്കി പോലുള്ള ഡോ ആണ് പിസയ്ക്ക് വേണ്ടിയത്. എന്നാലേ ഒന്ന് നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഡോ റെഡി ആയി കഴിഞ്ഞാൽ കുറച്ച് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്നുകൂടെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ 4 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ ഓവൻ്റെ ഉള്ളിലാണ് ഇത് വെച്ചത്. സോസേജ് പിസ്സയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ട് ചെയ്ത സോസേജിലേക്ക് കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. നിങ്ങളതിൽ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഇതുപോലെ ചെയ്താൽ മതി. ഞാൻ ഉപ്പ് ചേർത്തിയില്ല. സോസേജിൽ ആവശ്യത്തിന് ഉപ്പുണ്ടാവും. ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം യൂസ് ചെയ്താലും മതി. സോസേജ് ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിസ്സൻ്റെ ഡോ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ലോണം പൊങ്ങി വന്നു. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തു. പിസ്സൻ്റെ ഡോ അധികം കുഴച്ചെടുക്കരുത്, അപ്പോൾ അതൊന്നും പൊങ്ങി വരില്ല. അപ്പോൾ അതുകൊണ്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഇതൊന്ന് 2 പോർഷൻ ആക്കി എടുക്കുക. 2 പോർഷൻ ആക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്തു, അല്ലെങ്കിൽ ഇതൊന്ന് ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ്. ഈ ഒരു പാനിലാണ് ഞാനിപ്പോൾ പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പാനിൽ ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ശേഷം പിസ്സൻ്റെ ഡോ പരത്തി കൊടുത്തു. ഞാൻ ഇവിടെ കൈകൊണ്ടാണ് ചെയ്തത്. ചപ്പാത്തി പരത്തുന്ന പോലെ ആ റോളർ വെച്ച് പരത്തിയാലും മതി. ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പം എൻ്റെ ഒരു ഐഡിയയിലാണ് കൈകൊണ്ടൊന്ന് ചെയ്ത് നോക്കിയത്. ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ കുത്തി കൊടുക്കണം. ഡോ പൊങ്ങി വരാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഭാഗം വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ഞാനൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു സൈഡ് വേവിച്ചെടുത്തു. അപ്പോൾ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് വേണം പിസ്സ സോസ് ചേർത്ത് കൊടുക്കാൻ. ഈ പിസ്സ സോസിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കാണാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പിസ്സ സോസാണ്. ശേഷം ഞാൻ ഇതിലേക്ക് മൊസറല്ല ചീസാണ് ചേർത്തത്. ഇതുപോലുള്ള ക്യൂബാണ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഏതായാലും കുഴപ്പമില്ല. ചീസ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വെജിറ്റബിൾസ് ആയിട്ട് യൂസ് ചെയ്ത ക്യാപ്സിക്കും ക്യാരറ്റാണ്. നിങ്ങളതിലുള്ള ഏത് വെജിറ്റബിൾസും യൂസ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തു. ശേഷം ഞാൻ ഫ്രൈ ചെയ്തെടുത്ത സോസേജാണ് ചേർത്തത്. നിങ്ങളതിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് വെച്ച് സെറ്റ് ചെയ്തെടുക്കുക. അവസാനം ഞാൻ കുറച്ച് ഒറിഗാനോ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇട്ട് കൊടുത്തു. എരിവിന് വേണ്ടിയിട്ട് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തു. ചുവന്ന വറ്റൽമുളകിൻ്റെ പൊടിയാണ്, ചേർത്ത് കൊടുത്തു എരിവിന്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഈ ചീസ് മെൽറ്റായി വരുന്ന വരെ കുക്ക് ചെയ്യണം. ഇത് കുക്കാവുന്ന ടൈമിൽ ഓവനിലേക്കുള്ള പിസ്സയും ഞാനൊന്ന് റെഡിയാക്കിയെടുത്തു.
ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ 10 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ. അങ്ങനെ ഇതൊന്ന് ഓവനിലേക്ക് ഞാൻ മാറ്റി കൊടുത്തു. അപ്പോഴേക്ക് നമ്മളെ പാൻ പീസ് ഒന്ന് റെഡിയായി വന്നിക്കണ്. എന്നാലും മുകളിലുള്ള ചീസ് ഒന്നും കൂടി ഒന്ന് മെൽറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളൊരു തവ എടുത്തിട്ട് ഒന്ന് ചൂടാക്കാൻ വെക്കാം. ഇതുപോലെ തീയിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പാനിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചാൽ പിസ്സൻ്റെ മുകൾ ഭാഗം ഒന്ന് നല്ലോണം ഒന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ എല്ലാ ചീസും മെൽറ്റായി. ഓവൻ പിസ്സയും റെഡിയായി. 20 മിനിറ്റ് 200 ഡിഗ്രിയിലൊന്ന് ബേക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഇതൊന്ന് സെർവ് ചെയ്യാം. ഇത് പാനിൽ ഉണ്ടാക്കിയ പിസ്സ ആണ്. ഇത് നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കണ്ടില്ല, നല്ലോണം റെഡി ആക്കിന്. ഓവനിൽ വെച്ചതുപോലെ തന്നെ നല്ലോണം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. പിസ്സ ഒക്കെ ചൂടോടെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതെല്ലാം ഇപ്പോൾ ചൂടുണ്ട്. ഇത് ഓവനിൽ വെച്ച പിസ്സ ആണ്. ഇത് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിസ്സ ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഈവനിങ് വാക്കിന് വേണ്ടി പോവാണ്. മോളായിട്ടൊന്ന് വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ പോക്കുണ്ട്. ദൂരത്തേക്കൊന്നല്ല, ഇവിടെ താഴെ പുറത്തേക്ക് തന്നെയാണ് ഇറങ്ങിയത്. ഇതിൽ നമ്മളെന്നോ നടക്കുന്നതാണ്. മോക്ക് ഇങ്ങനെ റൂമിലിരുന്നപ്പോൾ ബോറടിച്ചപ്പോൾ വെറുതെ ഒന്ന് നടക്കാനൊന്ന് പോയതാണ്. കുറച്ച് നടന്നപ്പോൾ നമ്മൾ റൂമിലേക്ക് തന്നെ തിരിച്ചു പോയി. മഗ്‌രിബ് ടൈം ആയപ്പോൾ. അപ്പോൾ മോക്ക് റൂമിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കണോ, അല്ലെങ്കിൽ റൂമിലേക്ക് തിരിച്ച് വരൂല. അപ്പോൾ ഒന്ന് ചിപ്സും ജ്യൂസും ഒന്ന് വാങ്ങിക്കൊടുത്തു. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലേക്ക് തന്നെ എത്തി. നൈറ്റ് ആയപ്പോഴൊന്ന് കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാനൊന്ന് പോവാണ്. കുറച്ച് ലേറ്റ് ആയിക്കിന് ഷോപ്പിൽ പോകുമ്പോൾ. അപ്പോൾ ഹസ്ബൻഡ് മാത്രമാണ് ഷോപ്പിൽ കയറിയത്. നമ്മൾ കാറിലിരുന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.